മുസ്ലിം വ്ളോഗർമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിസ്കരിക്കുകയും ഉംറ പോലെയുള്ള വലിയ പുണ്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ ചെയ്യുന്ന അധികം നിഷിദ്ധങ്ങളൊന്നും കലരാത്ത കുടുംബ വീഡിയോകൾ, യാത്രാ വ്ളോഗുകൾ, കുക്കിംഗ് വീഡിയോസ്, ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ കാണുന്നുണ്ടാവും. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നും. ഉംറക്ക് പോകുന്നതും നിസ്കരിക്കുന്നതും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നതും ഇങ്ങനെ ദീനി കാര്യങ്ങളിൽ അവരിടപെടുന്നതും കൂടി കാണുമ്പോൾ ഒരു വ്ളോഗർ എന്നതിനേക്കാൾ നമുക്ക് അവരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും, ഒരു അടുപ്പം തോന്നും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ, വലിയ വളർച്ച ഉണ്ടാവുമ്പോൾ, നിയന്ത്രിക്കാൻ നല്ല വിവരവും തൻ്റെ ഇടവുമുള്ള ഒരാൾ അവർക്ക് പിന്നിലില്ലെങ്കിൽ മിക്ക വ്ളോഗർമാരും ഇസ്ലാമിനെ നിസ്സാരമായി കാണാൻ തുടങ്ങും. ഹറാമുകളൊക്കെ ഹലാലാകും. വ്ളോഗർമാരും ഏത് രംഗത്തായാലും ഒരു ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വിവരവും സൽസ്വഭാവവും രണ്ടുമുള്ള ഒരാൾ മെൻറ്ററായിട്ട് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അയാൾക്കാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഹമ്പിൾ ആൻഡ് സിമ്പിളായിരുന്ന ആളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരിൽ അതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാം. ഇതിനൊക്കെ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ശരിക്ക് അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മുടെ മാറ്റങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കും. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിനാണ് ജീവിതത്തിൽ പ്രയോറിറ്റി, ഒന്നാം സ്ഥാനം. എന്നാൽ ചിലരൊക്കെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നലുകൾ എന്നതൊക്കെയായി മാറും. അവിടെ ഇസ്ലാം അയാളിൽ നിന്ന് മാറി നിൽക്കും. ഇത് ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും പാലിക്കാൻ ശ്രമിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ ഇതിന് വിരുദ്ധമായി സംസാരിക്കുന്നവരോടുള്ള നമ്മുടെ ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞ വ്ളോഗർമാരായാലും മറ്റേത് മേഖലയിലുള്ള ആളുകളായാലും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോടുള്ള നമ്മുടെ ഇഷ്ടം, അതിൽ കടന്ന സ്നേഹം, അത് നമ്മുടെ മക്കളുടെ, പ്രിയപ്പെട്ടവരുടെ ഈമാൻ ഇല്ലാതെയാക്കും. നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സാവധാനത്തിൽ, എളുപ്പത്തിലായിരിക്കും ഈമാൻ നഷ്ടപ്പെടാൻ പോകുന്നത്. ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. നല്ല വിനയമുള്ള മനുഷ്യരോട് പ്രത്യേക ഇഷ്ടമാണ് നമുക്കൊക്കെ. എന്നാൽ അവർ വഴി മാറുന്നത് കാണുമ്പോൾ അതേസമയം സങ്കടവുമാണ്. നല്ല മനുഷ്യർക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. തെറ്റുകളെല്ലാവർക്കും സംഭവിക്കാം. എന്നാൽ സ്വയം തിരുത്തുന്ന മനുഷ്യർ അപൂർവമാണ്. അങ്ങനെ ഒരു അപൂർവ മനുഷ്യനാകാൻ നമുക്ക് ശ്രമിക്കാം. വ്ളോഗർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വ്ളോഗുകൾ കണ്ട ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെറും വ്ളോഗല്ല, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അത് ഹറാമിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് സ്രഷ്ടാവായ അള്ളാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധത്തിൽ തോൽക്കാൻ പോകുന്നത് ആരായിരിക്കും? വ്ളോഗുകൾ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റർടൈൻഡ് ആവാൻ നിങ്ങൾക്ക് 100 കൂട്ടം വഴികളുണ്ട്. ഈമാനിന് ക്ഷതമേൽപ്പിക്കാത്തത് തിരഞ്ഞെടുക്കുക.